53ാമത് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച സിനിമ കാതൽ, മികച്ച നടൻ പൃഥ്വിരാജ് ആടുജീവിതം, മികച്ച നടി ഉർവശിയും ബീന ആർ ചന്ദ്രനുമാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുകയാണ്. സൂര്യ, ഇപ്പോൾ 22 സിനിമകൾ നവാഗത സംവിധായകരുടെ സിനിമകൾ എന്നാണ് ജൂറി പറഞ്ഞിരിക്കുന്നത്. 38 സിനിമകളായിരുന്നു അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നത്. മലയാള സിനിമയുടെ മേന്മയെക്കുറിച്ച് ജൂറി എന്തെല്ലാം കാര്യങ്ങളായിരുന്നു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്? 160 സിനിമകളാണ് ഇത്തവണ 54ാമത് സംസ്ഥാന ചലച്ചിത്രോത്സവത്തിനായി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ അവസാനഘട്ട അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നത് 38 സിനിമകളാണ്. ഈ സിനിമകളൊക്കെ തന്നെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഈ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട സിനിമകളൊക്കെ തന്നെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്ന് തന്നെയാണ് ജൂറി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. സംവിധായകനായ സുധീർ മിശ്രയുടെ നേതൃത്വത്തിലുള്ള സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് ഈ അവാർഡിനായി ചിത്രങ്ങളെയൊക്കെ തന്നെ തെരഞ്ഞെടുത്തത്. അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നു. മികച്ച സിനിമകളായിരുന്നു മലയാള സിനിമയ്ക്ക് ഈ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നമുക്ക് തന്നെ അറിയാം 2023 ഈ കഴിഞ്ഞ സമയം വരെയും മലയാള സിനിമയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, അത് രാജ്യാന്തര തലത്തിൽ തന്നെ മലയാള സിനിമയെ അതിന്റെ അത്യുന്നതിയിൽ എത്തിച്ച സിനിമകളാണ് പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. സിനിമകൾ മാത്രമല്ല, അതിന്റെ നമ്മുടെ താരങ്ങളുടെ അഭിനയമായാലും സിനിമയുടെ ഓരോ പ്രമേയം, സിനിമയ്ക്ക് ആധാരമായ പ്രമേയ വിഷയങ്ങളൊക്കെ തന്നെ ആയാലും അതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന, സമകാലീന പ്രശ്നങ്ങളെ എടുത്തുയർത്തിക്കൊണ്ടുവന്ന പല സിനിമകളുമാണ് കഴിഞ്ഞ വർഷം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മലയാള സിനിമയ്ക്ക് തന്നെ ഒരു പുതുജീവൻ നൽകുന്ന സിനിമകളാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് വരെയും പലരെയും, അതായത് പ്രതീക്ഷകളൊക്കെ തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരുന്നത്. പലരും കണക്ക് കൂട്ടി വെച്ചിരുന്ന പേരുകളൊക്കെ തന്നെ തിരുത്തി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച, നമ്മുടെ നടന്മാരായാലും നായികമാരുടെ കാര്യത്തിലായാലും എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനം തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് സംവിധായകരുൾപ്പെടെ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള അണിയറ പ്രവർത്തകരായാലും അവരെ കണ്ടെത്തുന്നതിൽ പോലും ഈ ജൂറിക്ക് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ചർച്ചാ വിഷയമായ കാതൽ ദ കോർ സിനിമ ഏറ്റവും മികച്ച ചിത്രമായി 54ാമത് സംസ്ഥാന ചലച്ചിത്ര പ്രഖ്യാപനത്തിൽ